COP8B എ പോലെ തന്നെ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. അല്പവിശദമായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മളുടെ MOU ഉള്ള സെൻറ്ററോ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേഷൻ മുതൽ ട്രാൻസ്ഫ്യൂഷൻ വരെയുള്ള ഡോണർ സ്ക്രീനിങ്, ഡോണർ അക്സെപ്റ്റൻസ്, ബ്ലഡ് കളക്ഷൻ, ടെസ്റ്റിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്ഫ്യൂഷൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതി വയ്ക്കപ്പെട്ട ഒരു നിയമാവലി അനുസരിച്ച് വേണം നടക്കാൻ. ഇതാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം. അവിടെ ഒരു സ്റ്റാർ കാണാൻ പറ്റും. COP8B the organization shall establish and implement process for blood collection, testing, storage, distribution under written guidance. അതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കൊച്ചു കാര്യങ്ങളുണ്ട്. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോണറുടെ ഇൻഫർമേഷൻസ് ഉണ്ടാവുക. ഈ ഡോണർ ഒരു പണത്തിന് വേണ്ടിയിട്ട് വന്ന് ബ്ലഡ് കൊടുക്കുന്ന ആളായിരിക്കരുത്. സന്നദ്ധ പ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം. ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യാൻ വന്ന ആളായിരിക്കണം. അദ്ദേഹം ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസും ഇല്ല എന്ന് നമ്മൾ ടെസ്റ്റിങ്ങിലൂടെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം ഡോണറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് എടുത്തതിന് ശേഷം ആ ബ്ലഡ് ഏതെങ്കിലും വിധത്തിലുള്ള ട്രാൻസ്മിസിബിൾ ഇൻഫെക്ഷൻസ് ഉള്ള ബ്ലഡ് ആണോ എന്ന് TTI ടെസ്റ്റ് കടന്നു പോയിട്ട് വേണം ട്രാൻസ്ഫ്യൂഷന് വേണ്ടി സപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഡോണർക്കൊരു പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് ഉള്ളതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഡോണർ കൗൺസിലിംഗ് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് കളക്ഷൻ കൗൺസിലിംഗ് ഒന്നും നടക്കാറില്ല. അവരെ പുറത്തേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സാഹചര്യം അവർക്ക് അഫോർഡ് ചെയ്യത്തക്ക വിധത്തിൽ അവരെ കൗൺസിൽ ചെയ്ത് വേണം പുറത്തേക്ക് വിടാൻ. അവരുടെ ബ്ലഡ് സാമ്പിൾ ട്രാൻസ്ഫ്യൂഷന് ശേഷം ഇവിടെ കരുതി വെക്കണം പേഷ്യൻ്റെതും. ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന അഡ്വേഴ്സ് റിയാക്ഷൻസിനെ സ്റ്റഡി ചെയ്യാനായിട്ട് അത് ഉപകരിക്കും. ഒരു ക്വാറന്റൈൻ വേ ഓഫ് ബ്ലഡ്സ് കമ്പോണൻസ് സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് സാധാരണ ഇൻവെൻട്രിയിൽ വരാൻ പാടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പോസിറ്റീവാണ് എന്ന് കണ്ടാൽ റീടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട്. ആ റീടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്യുന്നത് വരെ അത് നോർമൽ ഇൻവെൻട്രിയിൽ ഉണ്ടാവാൻ പാടില്ല. കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇൻവെൻട്രിയിലേക്ക് എത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഡോണർക്ക് പോസ്റ്റ് ഡൊണേഷൻ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട മെഡിസിൻസും കാര്യങ്ങളും അതിനുള്ള പരിശീലനവും അവിടുത്തെ സ്റ്റാഫിനുണ്ടാവണം. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഹീമോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് നാഷണൽ ലെവലിൽ. അതിൻ്റെ ഗൈഡ് ലൈൻസിനെ നമ്മൾ കൃത്യമായിട്ടും മാനിച്ച് ഇത്തരത്തിലുണ്ടാവുന്ന എന്താ പറയുക ഒരു അഡ്വേഴ്സ് റിയാക്ഷൻസിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ അവസാനത്തെ അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ COP8B വളരെ വ്യക്തമായൊരു ഡോക്യുമെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഡോണർ വരുന്നത് പോലെ ട്രാൻസ്ഫ്യൂഷൻ വരെയും ആഫ്റ്റർ ദ ട്രാൻസ്ഫ്യൂഷനും എന്തെല്ലാം കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് COP8B.